ഹായ്, ഞാൻ ഇന്റീരിയർ ഡിസൈനർ സൂര്യ സുഗുണൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഫിനിഷ്ഡ് പ്രൊജക്റ്റ് ആണ് കാണിക്കാൻ പോകുന്നത്. ഒരു 3 ബെഡ്റൂം കം മെസനൈൻ ഫ്ലോറുള്ള ഒരു വീടാണ് കാണിക്കുന്നത്. കിഴക്കമ്പലത്താണ് നമ്മളെ സൈറ്റ് വരുന്നത്. അപ്പം നമുക്ക് ഈ വീടൊന്ന് കണ്ടു നോക്കാം. നമ്മൾ മെയിൻ ഡോറ് കടന്ന് ഡയറക്റ്റ് വരുന്നത് നമ്മളെ ലിവിങ് സ്പേസിലേക്കാണ്. ഇവിടെ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനുള്ള സോഫ കൊടുത്തിട്ടുണ്ട്. ഒരു ബ്ലൂ തീമിലാണ് നമ്മൾ സോഫയൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെ ടീപ്പോയി വന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയ സ്പേസ് ആണ്. അപ്പം ഇവിടെ തന്നെ നമ്മൾ പൂജ ഏരിയയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫംഗ്ഷൻ വൈസ് എല്ലാം നമുക്ക് കംഫർട്ടബിൾ ആക്കിയിട്ട് തന്നെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു പൂജ സ്പേസ് വരുന്നുണ്ട്, ഇവിടെ ഒരു ടി വി യൂണിറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ടി വി യൂണിറ്റും പൂജ സ്പേസും നമ്മളൊരു സെയിം കളർ തീമിലാണ് പോയിട്ടുള്ളത്. ആൻഡ് ഇവിടെ നമുക്കൊരു പാർട്ടീഷനാണ് വരുന്നത്. പാർട്ടീഷൻ നമ്മൾ GI വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അപ്പോൾ നമുക്കൊരു സെമിയാണ്, നമുക്ക് അങ്ങോട്ട് ഒരു വിസിബിലിറ്റി കിട്ടുകയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം ഡിസൈൻ വൈസും നമ്മളൊരു സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണെങ്കിൽ കൂടെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈനാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു വാഷ് യൂണിറ്റ് വരുന്നുണ്ട്. ആൻഡ് വാഷ് യൂണിറ്റ് ആണെങ്കിൽ നമ്മളൊരു ഹൈലൈറ്റിംഗ് വോളായിട്ട് മൊറോക്കനാണ് കൊടുത്തിട്ടുള്ളത്. പ്രോപ്പർ സ്റ്റോറേജ് ഷെൽഫൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്കാണെങ്കിൽ ഈ പാർട്ടീഷൻ്റെ നേരെ നമ്മൾ കടന്നു വരികയാണെങ്കിൽ നമുക്കിവിടെ ഒരു സ്റ്റെയർ കാണാൻ പറ്റും. ഈ സ്റ്റെയർ വഴിയാണ് നമ്മൾ മേലെ മെസനൈൻ ഫ്ലോറിലേക്ക് കടക്കുന്നത്. അതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് ഈ ഡൈനിങ് സ്പേസ് കാണാം. ഇവിടെയാണ് നമ്മൾ ഡൈനിങ് സ്പേസ് വരുന്നത്. വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് വരുന്നത്. നമ്മൾ പ്രോപ്പർ ഷാൻഡിലിയർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണെങ്കിലും നമ്മൾ ഫുള്ളായിട്ടുള്ള ഓപ്പണബിൾ ഡോറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ല ഒരു വിസിബിലിറ്റിയും നല്ലൊരു ഓപ്പൺനെസ്സും കിട്ടുന്ന ഒരു സ്പേസ് ആണ്. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. നല്ല ഒരു വിസിബിലിറ്റി കിട്ടുന്ന സ്പേസ് ആണ്. ഇനി നമുക്ക് ഒരു ഓപ്പൺ കിച്ചണാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ ഡൈനിങ് സ്പേസിൻ്റെ തൊട്ട അടുത്തായിട്ട് തന്നെയാണ് നമ്മളൊരു ഓപ്പൺ കിച്ചൺ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫുള്ളൊരു ഓപ്പൺ കോൺസെപ്റ്റ് ആണ്. എല്ലാ ഫാമിലി മെമ്പേഴ്സ് തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ വിസിബിലിറ്റിയും കിട്ടുന്ന രീതിക്കുള്ള ഒരു ഡിസൈനാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇന്ന് ഓരോ സ്പേസിനും ഒരു പ്രൈവസിയും ഉണ്ട്. അപ്പോൾ നമ്മൾ കിച്ചൺ നോക്കുകയാണെങ്കിൽ നമ്മൾ L ഷേപ്പ് ആയിട്ടാണ് വരുന്നത്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും വരുന്നുണ്ട്. പ്രോപ്പർ വർക്കിംഗ് ട്രയാങ്കിളൊക്കെ ഫുൾഫിൽ ചെയ്യുന്ന ഒരു കിച്ചണാണ്. കളർ തീം വരുന്നത് നമുക്കൊരു ഫോറസ്റ്റ് ഗ്രീനും വുഡൊക്കെയാണ്. ഫ്ലോറിംഗ് ആണെങ്കിലും വുഡാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനോട് കിച്ചണോട് ചേർന്ന് തന്നെ നമുക്കൊരു വർക്ക് ഏരിയയും വരുന്നുണ്ട്. വർക്ക് ഏരിയയിലാണ് നമ്മൾ വാഷിംഗ് മെഷീൻ ഒക്കെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ മാക്സിമം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടാണ് നമ്മൾ വർക്ക് ഏരിയ ചെയ്തിട്ടുള്ളത്. ലോഫ്റ്റും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ തന്നെ ഒതുക്കാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു സ്പേസിൽ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ എല്ലാം ഓപ്പൺ ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ അടിച്ചാൽ കണ്ടുകൊണ്ട് തന്നെ പോകാം. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നത്. ഇവിടുന്ന് തന്നെ നമുക്ക് നമ്മുടെ എല്ലാ സ്പേസിലേക്കുള്ള വിസിബിലിറ്റി ഉണ്ട്. ഡൈനിങ് സ്പേസ്, അപ്പൊ ഡൈനിങ് സ്പേസിൽ ഇരുന്ന് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന രീതിയിലൊക്കെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്പേസിൽ ഈ ഒരു വീട്ടിൽ നമുക്ക് 3 ബെഡ്റൂമാണ് വരുന്നത്. അപ്പോൾ ഈ സ്പേസിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് നമുക്ക് കടന്നു നോക്കാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം സ്പേസ് വരുന്നത്. ഇതാണ് നമ്മുടെ ടോയ്ലറ്റ് വരുന്നത്. ഇവിടെ നമുക്കൊരു ഡ്രസ്സിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. പ്രോപ്പർ ആയിട്ടുള്ള ഡ്രസ്സിങ് ടേബിൾ ഉണ്ട്, സ്റ്റോറേജ് ഷെൽഫ് ഉണ്ട്, നല്ലൊരു മിററും ഉണ്ട്. നമുക്ക് നല്ലപോലെ വിസിബിലിറ്റി കിട്ടുന്ന രീതിക്കാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഈ ബെഡ്റൂം സ്പേസിൽ കടക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വാർഡ്രോബ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ബേസ് തീമിലാണ് പോയിട്ടുള്ളത്. അപ്പോൾ നടുവിലൊരു വിൻഡോ വരുന്നതുകൊണ്ട് 2 സൈഡും നമ്മൾ വാർഡ്രോബാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ നടുവിലൊരു വർക്ക് സ്റ്റേഷനും കൊടുത്തിട്ടുണ്ട്. അതിന് പ്രോപ്പറായിട്ട് ഇരിക്കാനും പറ്റും. നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാവുന്ന രീതിക്കാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മാക്സിമം സ്റ്റോറേജ് കിട്ടുന്ന രീതിക്കാണ്. പിന്നെ നമുക്ക് ബെഡ് കോട്ട് വരുന്നുണ്ട്. നമ്മൾ വിൻഡോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ സീബ്ര ബ്ലൈൻഡ്സ് ആണ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ബെഡ്റൂം മൊത്തത്തിൽ നമ്മളൊരു ബേജ് കളർ തീമിലാണ് പോയിട്ടുള്ളത്. പില്ലോസ് ഒക്കെ ആണെങ്കിലും ആ ഒരു കളർ തീമിൽ തന്നെയാണ് പോയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത സ്പേസിലേക്ക് പോയി നോക്കാം. അപ്പോൾ നമുക്ക് 3 ബെഡ്റൂമാണുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ബെഡ്റൂം കൂടി തൊട്ടടുത്തായിട്ട് തന്നെ വരുന്നുണ്ട്. ഇവിടെ വാഷ് റൂമിനോട് ചേർന്ന് തന്നെ നമുക്കൊരു കോമൺ വാഷും ഉണ്ട്.
ഓക്കെ, ഇതാണ് നമ്മുടെ അടുത്ത ബെഡ്റൂം സ്പേസ് വരുന്നത്. ഇതൊരു പിങ്ക് തീമിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ മോളുടെ റൂമാണ്. ആൻഡ് ഇതിന്റെ ഹാൻഡിലൊക്കെ നമ്മൾ റോസ് വുഡിന്റെ ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു പേസ്റ്റൽ പിങ്ക് തീമിലാണ് പോയിട്ടുള്ളത്. വിൻഡോസിനൊക്കെ ഒരു പേസ്റ്റൽ യെല്ലോ ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഡ്രസ്സിംഗ് യൂണിറ്റും സൈഡ് ടേബിളും ഒരേ ഫങ്ഷൻ ചെയ്യുന്ന പോലെ ഇവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് കം സൈഡ് ടേബിൾ ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പ്രോപ്പർ മിററും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബെഡ് കോട്ടും ഉണ്ട്. ഓക്കെ, ഇനി നമുക്കാണെങ്കിൽ ഒരു ബെഡ്റൂം കൂടിയുണ്ട്. അപ്പം താഴത്തെ സ്പേസിൽ നമുക്ക് ഒരു ബെഡ്റൂം കൂടിയാണ് വരുന്നത്. അപ്പം ആ ഒരു ബെഡ്റൂം ഫുള്ളായിട്ട് ഡിസൈൻ ബെഡ് ഇട്ടിട്ടില്ല, അതുകൊണ്ട് നമ്മളിപ്പോൾ അത് എടുക്കുന്നില്ല. നമുക്ക് മേലത്തെ സ്പേസിലേക്ക് പോയേക്കാം. അപ്പോൾ നമുക്കിനി മേലേക്ക് മെസനൈൻ ഫ്ലോറിലേക്ക് കിടക്കാം. അപ്പോൾ ഈ സ്റ്റെയർ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് GIയിലാണ്. ആൻഡ് ടോപ്പ് കൊടുത്തിട്ടുള്ള വുഡാണ്. ഹാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇത് വുഡായിട്ട് തന്നെ തോന്നും, പക്ഷെ നമ്മൾ GIയിൽ പെയിൻറ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് മേലേക്ക് കയറി വെക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ മെസനൈൻ സ്പേസ്. ഇവിടെയാണ് ക്ലയന്റ് വർക്ക് ചെയ്യാൻ. ഹസ്ബൻഡും വൈഫും IT ഫീൽഡാണ്. അപ്പോൾ അവർ ഇരുന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആയിട്ടാണ് നമ്മൾ ഈ മെസനൈൻ ഫ്ലോർ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കംഫർട്ടബിൾ ആയിട്ട് ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാനും അതിൻ്റെ സ്റ്റോർ ചെയ്യാനും അതേപോലെ ലെഡ്ജും എല്ലാം ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മെസനൈൻ ഫ്ലോറിന് നമ്മളൊരു ഹാൻഡ് റെയിലായിട്ട് കൊടുത്തിട്ടുള്ളത് GI വെച്ചിട്ട് തന്നെയാണ്. ഇതാണെങ്കിലും വുഡല്ല, GIയിൽ പെയിന്റ് ചെയ്തതാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഷാൻഡിലിയർ ഒക്കെ നല്ല ഭംഗിയായിട്ട് കാണാം. അവിടെ ഒരു ഓപ്പൺനെസ്സിന് വേണ്ടിയിട്ട്, ഒരു എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് നമ്മൾ ജാലിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ കിച്ചണും ഡൈനിങ് സ്പേസും എല്ലാം കാണുന്ന രീതിക്കാണ്, ഒരു ഓപ്പൺ കോൺസെപ്റ്റിലാണ് ഈ ഒരു വീട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ്. നമ്മളിവിടെ ഒരു സ്ലൈഡിങ് ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു സ്പേസ് ആണ്. അപ്പം ഇന്നത്തെ ഈ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ. ഇതിന്റെ വൈഫ് നിധിയാണ്, മോള് നിമിത്ര. ഞങ്ങൾ ആക്ച്വലി ഒരു വീട് ഉണ്ടാക്കണം എന്നുള്ള ആദ്യത്തെ ഞങ്ങളുടെ ഒരു ആഗ്രഹം വന്നപ്പോൾ ഞങ്ങള് എങ്ങനെയാ ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ഞങ്ങൾക്ക് ആക്ച്വലി തുടങ്ങേണ്ടത് എവിടെയാണ് എന്താണെന്ന് അറിയില്ലായിരുന്നു. ഞങ്ങൾ ആകെ ഉണ്ടായിരുന്ന ഒരു ഞങ്ങളുടെ യൂട്യൂബ് വീഡിയോസ് കാണുക, കൂടുതൽ ഓൺലൈൻ സെർച്ച് ചെയ്യുക, അങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അതെ, അപ്പോ ആദ്യമായിട്ട് നമുക്ക് തന്നെ ഒരു ആർക്കിടെക്റ്റ് ഇൻപുട്ട് ഇതിൽ വേണമെന്ന് നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ഒരു ആർക്കിടെക്റ്റിനെ കണ്ടുപിടിക്കാൻ ഞങ്ങൾ കുറെ ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്തു. അപ്പോൾ എറണാകുളം ബേസ്ഡ്, ഞങ്ങളുടെ ഈ പ്ലോട്ട് എറണാകുളത്താണ്, എറണാകുളത്ത് കിഴക്കമ്പലം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഈ ചുറ്റുവട്ടത്തുള്ള കുറെ ആർക്കിടെക്ചറിനെ, ഇന്റീരിയേഴ്സ് കൺസൾട്ടൻസിനെ ഒക്കെ ഞങ്ങൾ കുറെ സെർച്ച് ചെയ്തു. അപ്പോൾ ഇതിൽ നമുക്ക് അല്പം നമുക്കൂടെ ഇന്ററാക്ട് ചെയ്യാൻ എളുപ്പമുള്ള ഒരാളെ ഞങ്ങൾക്ക് വേണമെന്നുണ്ടായിരുന്നു, ഞങ്ങളുടെ ഐഡിയാസ് ഷെയർ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എങ്ങനെയാണ് എറ്റേണിലേക്ക് എത്തിയെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ റാൻഡംലി നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തിരുന്നപ്പോൾ മനോരമ ഓൺലൈനിൽ ഒരു ഫീച്ചർ ചെയ്ത ഒരു ഇത് കിട്ടി നമുക്ക്. അതിനകത്ത് ഈ എറ്റേൺ ആർക്കിടെക്ട്സിന് ഇവര് രണ്ടുപേര് സജിത്തും സൂര്യയാണ്. അപ്പൊ അതിൽ സൂര്യയുടെ ഒരു ഫീച്ചർ പ്രസന്റേഷൻ ആണ് ഞങ്ങൾ ആദ്യം കണ്ടത്. മനോരമ ഓൺലൈൻ അവരുടെ ഒരു വർക്ക് അവർ ഫീച്ചർ ചെയ്തിരുന്നു, അതാണ് ഞങ്ങൾ ആദ്യം സ്ട്രൈക്ക് ചെയ്തത്. അപ്പൊ അത് ഞങ്ങൾ കൂടുതൽ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്തു. അപ്പൊ ഇവര് കളമശ്ശേരി ബേസ്ഡ് ഒരു ആർക്കിടെക്ട്സ് ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഞങ്ങള് അങ്ങനെയാണ് ഫസ്റ്റ് ടൈം ഇവരുമായിട്ട് ഒരു മീറ്റപ്പ് ഞങ്ങൾ വെക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ആക്ച്വലി ഒരു കണ്ടംപററി ഒരു ഹോമായിരുന്നു, മിനിമൽ ഡിസൈൻ ഹോമായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ. പിന്നെ ഒരു 1500 സ്ക്വയർ ഫീറ്റ് ഒരു സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ് അത് വേണമെന്നായിരുന്നു നമുക്ക് ആഗ്രഹം. നമ്മുടെ ഒരു ബഡ്ജറ്റിലെ ഉള്ളിൽ നിൽക്കുന്ന ഒരു അറൌണ്ട് ഒരു 35 അല്ലെങ്കിൽ ഒരു മാക്സിമം 40, അതായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു ബഡ്ജറ്റ്. അപ്പൊ അതിനുള്ളിൽ നിങ്ങൾക്ക് നിൽക്കുന്ന ഒരു
ബഡ്ജറ്റും വേണമെന്നുള്ളത്. അപ്പൊ ഇതെല്ലാം കൂടെ ഒത്തുവരുന്ന ഒരാളെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈസി ആയിട്ടുള്ള ഒരു ഒരു എഞ്ചിനീയർ ആയിരിക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അത് നേരിട്ട് മീറ്റപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം നേരിട്ട് ആളുടെ ഓഫീസിൽ പോവുകയാണ് ആദ്യം ചെയ്തത്. അപ്പം ഞാനും വൈഫും ഞങ്ങൾ പോയി അവരെ കണ്ട് സംസാരിച്ചു. അപ്പം ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ നമുക്ക് ആ ഒരു കണക്ട് നമുക്ക് കിട്ടി. നമുക്ക് നമ്മുടെ ഐഡിയാസ് കറക്റ്റ് ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തോന്നി. അപ്പൊ പിന്നെ അവരുടെ 2-3 വർക്കുകളും അവര് കാണിച്ചു, ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നമ്മൾ കൺഫേം ആയി അതില്. ഫസ്റ്റ് നമുക്ക് സ്ട്രൈക്ക് ചെയ്ത് അവരുടെ തന്നെ വർക്ക്, അവരുടെ വീട് ഒരു 3 സ്റ്റോറി നല്ല ബ്യൂട്ടിഫുൾ ഒരു ഹോം ആയിരുന്നു അവര് തന്നെ വേറെ ഏതോ ഒരു ഓൺലൈനിൽ മീഡിയയിൽ അവരുടെ തന്നെ വീട് അവർ ഫീച്ചർ ചെയ്തിട്ടുണ്ട്. അവരുടെ ബെഡ്റൂംസ് ഇന്റീരിയർ സ്പേസ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമുക്കത് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. ഇതുപോലെ നമ്മുടെ ഇന്റീരിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു തോട്ടിലാണ് നമ്മൾ അവരോട് സംസാരിച്ചത്. അപ്പൊ നമുക്ക് നമ്മുടെ രീതിയിൽ ചെയ്യാമെന്ന് അവര് കൺവിൻസ് ആക്കി നമ്മളെ. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് കുറെ റിക്വയർമെന്റ്സ് ഉണ്ടായിരുന്നു. ഒരു ആദ്യം പറഞ്ഞ പോലെ 1 സ്റ്റോറി ബിൽഡിംഗ് വേണമെന്നായിരുന്നു ഫസ്റ്റ്. എല്ലാം നമുക്ക് ഒരു ഓപ്പൺ സ്ട്രക്ചർ ആയിരുന്നു വേണ്ടത്. അതായത് ഒത്തിരി പ്രൈവസിയും വേണം, എന്നാൽ ഇച്ചിരി ഓപ്പൺ ആയിട്ടുള്ള ഏരിയയും വേണം. അങ്ങനെ ഒരു സ്പേസ് ആയിരുന്നു നമുക്ക് താല്പര്യം. അതുപോലെ വർക്ക് സ്പേസും നമുക്കൊരു എക്സ്ട്രാ വർക്ക് സ്പേസ് വേണമായിരുന്നു. അത് നമ്മുടെ ഈ ഓപ്പൺ ഏരിയയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് മാറി, അതായത് ഒരു വർക്കിനെ നമുക്ക് വേറൊരു സ്പേസിലോട്ട് മാറ്റാനായിട്ടും പോലെ ഒരു സ്പേസ് വേണമെന്നുണ്ടായിരുന്നു. അതും നമുക്ക് ആർക്കിടെക്ട് നമുക്ക് നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് തന്നെ ചെയ്തു തന്നെന്ന് വേണം പറയാൻ. നമ്മുടെ പ്ലോട്ടിന് ആക്ച്വലി മൊത്തം ഒരു 6 സെന്റ് പ്ലോട്ടാണ്. ഇപ്പൊ ഇതിനകത്ത് സ്പേസിന്റെ വലിയൊരു പ്രശ്നമുണ്ട്. ഇതിനകത്ത് നമുക്കൊരു 3 ബെഡ്റൂം വേണമെന്നുള്ളത് ആദ്യമേ നമ്മൾ ഫൈനലൈസ് ചെയ്തിരുന്നു. നമ്മൾ രണ്ടാളും ഡിസ്കസ് ചെയ്ത് മിനിമം ഒരു 3 ബെഡ്റൂം വേണം, അത് സിംഗിൾ സ്റ്റോറി ആവണം. അപ്പൊ ഇത് ഏറ്റവും ചലഞ്ചിങ് പാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി സ്പേസ് ഉണ്ടാവില്ല എന്ന് നമുക്ക് ആദ്യമേ അറിയാം. പക്ഷെ നമുക്ക് അതുകൊണ്ട് നമ്മളത് ഓക്കെ ആയിരുന്നു. മിനിമം റൂം ഡയമെൻഷൻസ് മതി. അതിൽ നമുക്ക് ഒരു മാസ്റ്റർ ബെഡ്റൂം, ഒരു കിഡ്സ് റൂം വേണമെന്നുള്ള മോൾക്ക് ആഗ്രഹമായിരുന്നു. അവൾക്ക് പ്രത്യേകം താല്പര്യം ഉണ്ടായിരുന്നു കിഡ്സ് റൂം വേണമെന്നുള്ളത്. അപ്പോൾ പിന്നെ അതൊരു ഗസ്റ്റ് റൂമും വേണം. അപ്പൊ ഇതെല്ലാം മിനിമം ഡയമെൻഷൻസിൽ, മാസ്റ്റർ അല്പം നല്ല രീതിയിൽ പറ്റുന്ന മിനിമം ഡയമെൻഷൻസിൽ, അതുപോലെ മാസ്റ്റർ അല്പം പറ്റുന്ന രീതിയിൽ മാക്സിമം ഡയമെൻഷൻ ചെയ്യാമെന്നുള്ള. ഇതെല്ലാം കൂടെ ഒത്തുവരും. ഇതുപോലെ ഒരു വർക്ക് സ്പേസും കൂടെ വേണമെന്നുണ്ടായിരുന്നു നമുക്ക്. അപ്പൊ അത് വർക്ക് സ്പേസ് ആയിരുന്നു നമ്മുടെ ഇതിനകത്ത് ഈ ആർക്കിടെക്ട് ഫേസിൽ ഒരു ചലഞ്ചിങ് ആയിട്ട് നമുക്ക് തോന്നിയത്. അപ്പൊ ആ സൈറ്റ് അവർ രണ്ടാളും നമ്മളോട് കുറെ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഏത് രീതിയിൽ ചെയ്യാമെന്നുള്ള വന്നപ്പോഴാണ് നമുക്ക് ഇതൊരു മെസനൈൻ ഫ്ലോറിലേക്ക് ചെയ്യാമെന്നുള്ള ഒരു ഐഡിയ അവര് സജസ്റ്റ് ചെയ്തത്. കാരണം നമുക്ക് ഓൾറെഡി മെസനൈൻ ഫ്ലോറിന്റെ ഓൾറെഡി സ്ട്രക്ചർ കണ്ടിട്ടുണ്ട്. നമ്മൾ യൂട്യൂബ് വീഡിയോസിലും കുറെ ഓൺലൈൻ ചെയ്തിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ ലൈബ്രറി സ്പേസ് ആയിട്ടും വർക്ക് സ്പേസ് ആയിട്ടും യൂസ് ചെയ്യുന്ന കുറെ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് ഒത്തിരി താല്പര്യം ഉണ്ടായിരുന്നു. അത് പറ്റുവാണെങ്കിൽ അത് ചെയ്യാമെന്നുള്ള ഒരു ഇതിലേക്ക് വന്നു. അപ്പം അതിന്റെ ഫസ്റ്റ് 3D ഡ്രോയിങ് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഓക്കെ ആയിരുന്നു. എല്ലാവരുടെയും അഭിപ്രായവും ഇന്റീരിയറിനെ പറ്റി വളരെ നല്ലതായിരുന്നു. ഈ വീട്ടിലെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ കിച്ചണും നമ്മുടെ മെസ്സൈൻ ഫ്ലോറുമാണ്. കിച്ചണിന്റെ ഡിസൈൻ കാരണമാണ് ഇതിപ്പം ക്ലറ്റർ ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് തന്നെ. അതുപോലെ ഇവിടുത്തെ സ്പേസ് കൺസ്ട്രെയിൻസിനനുസരിച്ച് നമുക്ക് ഫർണിച്ചേഴ്സിന് ഉള്ള ഐഡിയാസും ടിപ്സും എല്ലാം നമുക്ക് സൂര്യയിൽ നിന്നാണ് നമുക്ക് കിട്ടിയത്. അതുപോലെ കിഡ്സ് റൂമിലായാലും തന്നെ നമുക്കൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് കുഞ്ഞിനിഷ്ടം. അപ്പൊ ആ പിങ്ക് ഒത്തിരി ഡാർക്കർ ആകാതെ ഒരു സബ്റ്റൽ ഷെയ്ഡിലോട്ട് നമ്മളെ റീഡയറക്ട് ചെയ്ത് വിട്ടതും, അങ്ങനെ ചെറിയ ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ നമുക്ക് ഹെൽപ്പ് ചെയ്ത് ഒരു എന്താ പറയുക, ഒരു നമ്മുടെ ഡ്രീം ഹോം ഒരു ബ്യൂട്ടിഫുൾ ഹോം കൂടി ആക്കി മാറ്റിയത് അറ്റൻ ആർക്കിടെക്റ്റിന്റെ ഒരു ഇൻപുട്ട് കാരണമാണ്. അപ്പൊ ഇതുപോലുള്ള ഓരോ മൈന്യൂട്ട് കേസിലും അവരുടെ ഒരു ഇൻപുട്ട് ഉണ്ടായിരുന്നു. അപ്പൊ വിത്തൗട്ട് ദെയർ സപ്പോർട്ട് ഐ തിങ്ക് ഇറ്റ് വുഡ് നോട്ട് ബി പോസിബിൾ ടു കംപ്ലീറ്റ് ദിസ് ഹോം ഓൺ ടൈം. അത് ഒത്തിരി താങ്ക്ഫുൾ ടു സൈറ്റ് ആൻഡ് സൂര്യ അറ്റൻ ആർക്കിടെക്ട്സ് for making our dream come true, and that to a beautiful home. Yeah, turning it into a beautiful home. അപ്പോൾ എന്തായാലും ഒത്തിരി താങ്ക്സ്. അപ്പം അവർക്ക് ഇതുപോലുള്ള ഫ്യൂച്ചർ ഇതുപോലുള്ള പ്രൊജക്ട്സ് എടുത്ത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. വിഷിംഗ് ദം ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഫോർ കംപ്ലീറ്റിംഗ് അവർ ഡ്രീം ഹോം ഓൺ ടൈം. Thank you from Thank you Dimitra also. Thank you.